ആണോ? ലോട്ടറി കച്ചവടം ദുരിതമാണ് അവിടെ. ദുരിതമാ. പട്ടിയും പൂച്ചയും അവിടെ അത്യാവശ്യം റോഡിൽ നിന്ന് ബസ് കയറി പോകാൻ പോലും പറ്റത്തില്ല അല്ലേ? നമസ്കാരം. ഇത് ഞാൻ നിൽക്കുന്നത് 25 വർഷം മുമ്പ് നമ്മുടെ സ്ഥല MLA രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ആസ്തി പലപ്പോഴായിട്ട് പണി കഴിപ്പിച്ച് അവർ നിർമ്മിച്ച ഹരിപ്പാട്ടത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് പലപ്പോഴായിട്ട് ADSന്റെയും രമേശ് ചെന്നിത്തലയുടെ ആസ്തി വികസന ഫണ്ട് പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ഡാണാപ്പടിക്കലെ ഹരിപ്പാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം, നമ്മുടെ ഡാണാപ്പടിക്കലെ അല്ലെങ്കിൽ ഹരിപ്പാട്ടത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന്. വാ നമുക്ക് ചോദിക്കാം. നമ്മളെ ഹരിപ്പാട്ടത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയാവോ? ഹരിപ്പാട്ടിന്റെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഇപ്പൊ ഇവിടെ വരാൻ പോകാന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇപ്പൊ ഇവിടെയാണ് എന്റെ അറിവ്. ഇവിടെ ആണെന്നാ അറിവ്. പക്ഷെ ബസ് ഇവിടെ ഇല്ല. ബസ് ഇവിടെ ഇല്ല. എന്ത് തോന്നുന്നു ഈ സമയത്ത് പറയാനേ? ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങള്, അതായത് എടത്തുവ, കായംകുളം, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖല അല്ല, ഈ ആലപ്പുഴ ജില്ലയിലെ കേരളത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോകാനുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് തീർച്ചയായിട്ടും ഇവിടെ വരണം. ഈ ബസ്സുകളെല്ലാം നിലവിലുണ്ടത് ഉണ്ട്, പക്ഷെ വരുന്നില്ല. വരാനുള്ള കാരണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നത് അല്ലെ? ജംഗ്ഷനിലാണ്, മൂന്നുകൂടി ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ സ്റ്റാൻഡ് എവിടെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഡാണാപ്പടിക്ക് പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ ഹരിപ്പാടിനുള്ള, അതെവിടാന്നറിയാവോ? പ്രൈവറ്റ് സ്റ്റാൻഡോ? മെയിൻ സ്റ്റാൻഡ്, വണ്ടികളെല്ലാം വന്ന് കയറി നിന്ന് ജനങ്ങൾക്കും അവിടെ ഇരിക്കാനും. എവിടെ എവിടെ സ്ഥലം എവിടെയാ? ഹരിപ്പാടാ. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. അതെവിടെയാണെന്നറിയാവോ? സ്റ്റാൻഡായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അവിടെ ഒരു മൂടിയൊരു പെട്ടി പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ അത് ഉപയോഗപ്രദമായ രീതിയിൽ ബസ് സ്റ്റേഷന്റെ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ബാങ്കും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ. മറ്റ് ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവിടെ ടവർ കൂട്ടിയിരിക്കുന്ന കുറെ പ്രദേശം 3 കോടി രൂപയുടെ അടുത്ത് പലപ്പോഴായിട്ട് ചെലവഴിച്ച് വലിയ സംശയമാണ്. നല്ല രീതിയിൽ അതിന്റെ പണി പൂർത്തിയാക്കാവുന്ന തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ ബസ് സ്റ്റാൻഡ് എന്ന ഒരു കാര്യം അവിടെ ഇല്ല. ഇതുവരെ അവിടെ അത് നിലവിലായിട്ടില്ല. അവിടെ ഈ ചപ്പയവർ കൂട്ടിയിരിക്കുന്ന ഒരു പ്രദേശം, അവിടെ കുറെ ബസ് വന്ന് നിൽക്കുന്നു, ആളുകൾ കയറി പോകുന്നല്ലാതെ ഒരു നല്ല ശുചിമുറി പോലും ഇറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ മിക്കവാറും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി വരുന്ന ആളാണ്. അപ്പൊ MLA ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകണം. ഇതാണ് എപ്പോഴും കാണുന്നുണ്ട്. ഇനിയിപ്പോ ഹൈവേ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത് ചൂണ്ടിക്കാണിക്കലാണ്. എവിടെയാണ് ഒന്ന് പറയാവോ? കാലാകാലങ്ങളായി ഹരിപ്പാട് പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി രൂപീകരിച്ച് ഇപ്പൊ നിലവിൽ 2 ടേണായിട്ട് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. ഹരിപ്പാട് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഹരിപ്പാടല്ല, നാരകത്ര മാർക്കറ്റിനകത്താണ്. നഗരസഭയുടെ കീഴിലുള്ളതാണ്. പുതിയ ബഡ്ജറ്റിനകത്ത് അതിനകത്ത് എന്തൊക്കെയോ 2 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഒരു പ്രഖ്യാപിച്ചു. 2 കോടി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ബസ് സ്റ്റാൻഡിനകത്ത് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനം, മത്സ്യ മാർക്കറ്റ്, കപ്പ കച്ചവടം, ഉണക്കമീൻ കച്ചവടം, ചിക്കൻ സെന്റർ, അങ്ങനെ ജനത്തിന് വേണ്ട ഒരു മാർക്കറ്റായിട്ട് നാരകത്തറയിലെ ഡാണാപ്പടിയിലെ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇതിന് അടിയന്തരമായിട്ട് മാറ്റം ഉണ്ടാവും. ഹൈവേ പൂർത്തീകരിച്ചാൽ പിന്നെ ജനങ്ങൾക്ക് വരാനും പോകാനും ഒക്കെ, ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നവർക്ക് പോകാനും, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, മണ്ണാർശാല ക്ഷേത്രം, ടൗൺ പള്ളി, താലൂക്ക് ആശുപത്രി, സിവിൽ സ്റ്റേഷൻ, ഇവിടെയൊക്കെ പോകാനുള്ള സൗകര്യം ഇല്ലാതാകുകയാണ്. കായംകുളം, ആറാട്ടുപുഴ, കായംകുളം താലൂക്കില്ല. കാർത്തിപ്പള്ളി താലൂക്ക് എന്ന് പറയുന്നത് കായംകുളത്തോടെ അവർക്ക് ഇവിടെ വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വരേണ്ട എല്ലാത്തിനും വരേണ്ടത് ഹരിപ്പാട് തന്നെയാണ്. അടിയന്തര പ്രാധാന്യം കണ്ടുകൊണ്ട് അടുത്ത മിനിസ്റ്ററി എങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ്. അല്ല, MLA ഇത് പലപ്പോഴും ഒക്കെ ഈ മാർക്കറ്റിലേക്കൊന്ന് വരണം. MLA നിരന്തരം ഇതിലെ സഞ്ചരിക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കന്മാരൊക്കെ ആ മാർക്കറ്റിലേക്ക് ഒന്ന് കൊണ്ടുപോകണമായിരുന്നു. ഇപ്പോഴും ഭരിക്കുന്ന ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കോൺഗ്രസ് തന്നെ. എന്താ പറയാനുള്ളത്? ഇത് തന്നെ പറയാനുള്ളത്. പരിഹാരം അല്ലേ?
ശരിയല്ലേ? എന്നെ പറയാനുള്ളത് ഇത് തന്നെ പറയാനുള്ളൂ. അടിയന്തരമായിട്ട് അത് പരിഹരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ. പ്രൈവറ്റ് സ്റ്റാൻഡ് ഇല്ല. പ്രൈവറ്റ് സ്റ്റാൻഡ് ഇല്ല. ഉറപ്പാണോ? KSRTC ഉണ്ട്. KSRTC ഉണ്ട്, പ്രൈവറ്റ് സ്റ്റാൻഡ് ഇല്ല. പ്രൈവറ്റ് സ്റ്റാൻഡ് നമ്മുടെ സ്ഥലം ഉറപ്പാണോ? ആണോ? ഞങ്ങൾ അറിവില്ല. നിങ്ങൾ അറിയില്ല. എത്ര വയസ്സുണ്ട്? എനിക്ക് 55 വയസ്സുണ്ട്. എവിടെ സ്ഥലം? എവിടെയാ? എന്റെ വീട് ഇവിടെ തന്നെ. ഇവിടെ തന്നെ. എവിടെയാ സ്ഥലം? എവിടെ? ഇവിടെ അരിപ്പാട് രാണാപ്പടി. ദാണാപ്പടിക്കലായ ചേട്ടൻ അറിയത്തില്ല ഇവിടെ ഒരു സ്റ്റാൻഡുള്ള കാര്യം? ചേട്ടൻ അറിയത്തില്ല. എന്റെ വീട് പുല്ലുളങ്ങരയാ. എനിക്ക് അറിയില്ല സ്റ്റാൻഡുള്ളതായിട്ട് അറിയില്ല. ശരി ശരി. ഒന്നുമില്ല. ആ ശരി, താങ്ക് യു. ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ അതുണ്ടോ? അത് എവിടെയാണെന്നറിയാവോ? ഡാണാപ്പടിയിൽ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഹരിപ്പാട് നഗരസഭയുടെ അണ്ടറിലുള്ളതാണ്. അത് ഇവിടെ പണിഞ്ഞിട്ട് വർഷങ്ങളായി. പക്ഷെ അതിപ്പോ സ്വകാര്യ വ്യക്തികളുടെ ബിസിനസ് സ്ഥാപനങ്ങളാക്കിക്കൊണ്ട് പച്ചക്കറി കച്ചവടം, മീൻ കച്ചവടം, കപ്പ കച്ചവടം, അവർക്ക് കോഴിക്കച്ചവടം ഇങ്ങനെയുള്ള പരിപാടികൾക്കായിട്ടാണ് ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പച്ചക്കറി ഇതൊക്കെ നടത്തിയാൽ മതിയായിരുന്നല്ലോ ആദ്യം തന്നെ. ഈ ഉദ്ഘാടനം നടത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. വളരെ ഗംഭീരമായിട്ട് 3 കോടി രൂപ ചെലവാക്കി 25 വർഷത്തിന് മുമ്പ് പണിഞ്ഞാന്നാ പറയുന്നത്. 25 വർഷം. 25 വർഷം കഴിഞ്ഞു. അപ്പം ഇവിടെ ഇപ്പൊ ബസ്സുകൾ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഹരിപ്പാട് ടൗണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് വളരെ ക്ലേശകരമായ അനുഭവമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇനിയത്തെ ഈ ചൂടും അതേപോലെ തന്നെ ഈ ഹൈവേയുടെ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് മറ്റ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് സ്വന്തമായിട്ട് നിന്ന് ബസ് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമ്മുടെ ഡാണാപ്പടിയിലുള്ളതിന് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഹരിപ്പാടിന്റെ MLA യാതൊരു വിധമായ അനുകൂല നടപടികൾ സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് വികസനം എന്ന് പറയുന്നതല്ലാതെ പാലവും തോടും ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല. നഗരത്തിലൊരു റോഡ് പോലും കൃത്യസമയത്ത് ടാർ ചെയ്യാൻ MLA ഫണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്തുള്ള സാധനം അത്. അദ്ദേഹം ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നില്ലല്ലോ. ജനങ്ങളുടെ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഒരു MLA എന്ന സ്ഥിതിക്ക് നോക്കേണ്ടത്. ഈ ഹരിപ്പാട് MLA ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമുള്ള വാർദ്ധക്യത്തിലേക്ക് വരുന്ന അമ്മമാരൊക്കെ ഒന്ന് നടന്ന് പോയി ഒരു ബസ് കയറണമെങ്കിൽ, ഒരു തണൽ നോക്കി നിൽക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് ചെയ്യാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല.